ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളിലൊന്നാണ് വൺസ് ഇൻ എ മന്ത് ഐ ടുക്ക് എ ഹെഡ് മസാജ്. വെൻ എവറിത്തിങ് ഫീൽസ് ടു മച്ച്, ഇങ്ങനെ കുറച്ച് സെൽഫ് കെയർ ഒക്കെ ചെയ്തിട്ടാണ് ഞാനത് മാനേജ് ചെയ്യാറുള്ളത്. ഫസ്റ്റ് ടൈമാണ് ഞാനൊരു കംപ്ലീറ്റ് ജെൻ സലൂണിൽ നിന്ന് ഒരു ഹെഡ് മസാജ് എടുക്കുന്നത്. അതിൻ്റെ ആ ഒരു എഫക്റ്റ് ത്രൂ ഔട്ട് അതിലുണ്ടായിരുന്നു. ഈ നവരത്നയുടെ എണ്ണ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു നാച്ചുറൽ കൂളിംഗ് എഫക്റ്റ് ആണ്. ഓൾസോ ഇതിൽ നെക്കും ഹാൻഡ്സൊക്കെ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് ഇറ്റ്സ് സോ റിലാക്സിങ്. കാണുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ടച്ചായിട്ട് തോന്നുമെങ്കിലും ഇതൊക്കെ അത്യാവശ്യം നല്ല പ്രഷറിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മസാജിൻ്റെ സോൾ പാർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ് ഈ ഒരു വൈബ്രേറ്റർ വെച്ചിട്ട് ഓൾ ഓവർ ഹെഡ് മസാജ് ചെയ്യുന്നത്. ഹെഡ് മാത്രമല്ല, ഇതിൽ നെക്കും ബാക്കും ഷോൾഡേഴ്സും ഈവൻ ചെവി വരെ ഇൻക്ലൂഡഡ് ആണ്. ലേഡീസിനുള്ള മസാജിൽ ഞാൻ ഇതുവരെ ചെയ്തതിൽ ഇത്ര തന്നെ എലമെൻറ്റ്സ് ഇൻക്ലൂഡഡ് ആയിട്ട് എവിടെയും ഞാൻ കണ്ടിട്ടില്ല. മേ ബി ഇത് ജെൻസ് ആയതുകൊണ്ടായിരിക്കും. ഓൾസോ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവരുടെ ഡ്യൂറേഷൻ. ഇത് ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇത് ഞങ്ങളുടെ ഷോപ്പിൻ്റെ ഓപ്പോസിറ്റുള്ള ജെൻസ് സലൂണാണ്. ഞാൻ ഓൾറെഡി ഇവരുടെ മസാജ് ഇവിടെ നിന്ന് കണ്ടിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് ഇതെനിക്ക് ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ ഇവരുടെയും ക്ലോസിംഗ് ടൈമിൽ ലാസ്റ്റ് മിനിറ്റിലാണ് ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഈ ഒരു മസാജ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ദെയർ ഹോസ്പിറ്റാലിറ്റി മെയ്ഡ് ദ ഹോൾ എക്സ്പീരിയൻസ് മച്ച് ബെറ്റർ ആൻഡ് ദേ ആർ സോ വെൽക്കമിങ്. മസാജൊക്കെ കഴിഞ്ഞിട്ട് ഒരു കണ്ടീഷണറും ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട് നല്ലൊരു ഹെയർ വാഷ് കൂടി കഴിഞ്ഞു. ത്രൂ ഔട്ട് ദ പ്രോസസ്സ് ഇതൊരു ജെൻ സലൂൺ ആണെന്നുള്ള കാര്യം തന്നെ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അത്ര അടിപൊളിയായിട്ടാണ് ഇവരൊരു വേ ഓഫ് അപ്രോച്ചിങ് ഉണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ തന്നെ ഹെയറിൽ ഒരു സെറമൊക്കെ അപ്ലൈ ചെയ്ത് കോമ്പൊക്കെ ചെയ്ത് ഡ്രൈയിങ് ഒക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ടായിരുന്നു ഫൈനൽ ഔട്ട്പുട്ട് ഉണ്ടായിരുന്നത്. സോ റിലാക്സ്ഡ് ആൻഡ് ടോട്ടലി സാറ്റിസ്ഫൈഡ്. എനിവേ ഇറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. താങ്ക് യു ഫോർ വാച്ചിങ്.